ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഈ മാധ്യമത്തിൽ കൂടെ ദൈവവചനം പറയുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം യോഗ്യത നേടുന്നത് അത് യേശു കർത്താവിൻ്റെ രക്തത്താലും ദൈവവചനത്താലും വിശ്വാസത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ കേട്ടു. രക്ഷാനിർണയം പ്രാപിച്ചവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടെടുപ്പിന് ഒരു വലിയ റിവാർഡ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നത്, അവൻ്റെ വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല, പിന്നെയോ നമുക്കൊരു വലിയ റിവാർഡ് അവരൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1 പത്രോസിന്റെ ലേഖനം അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പിന് ഒരു വലിയ റിവാർഡുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ പറയുന്നു 2-3 കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിട്ടുണ്ട്. ഒന്ന്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. So we are being prepared for a salvation which is to come at the end. അന്ത്യകാലത്ത് എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കുന്നവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ ചേരും. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള അന്തിമമായ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ആമേൻ, they are being protected by what? ദൈവം സംരക്ഷിക്കുന്നവരാ നമ്മള്. എന്തിനാലാ സംരക്ഷിക്കുന്നത്? അവന്റെ വലിയ ശക്തിയാൽ. അതുകൊണ്ടാ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എങ്ങും പോകരുത്, യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പ്രാപിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വാക്കുകൊടുത്തതാ. ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കായിട്ട്, നിങ്ങളോട് കൂടെ ഇരിപ്പാൻ, നിങ്ങളെ വഴി നടത്തുവാൻ, സത്യത്തിൽ വഴി നടത്തുവാൻ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്ന സമൂഹമാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്ന നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായിട്ട് അവനൊരു വലിയ അവകാശം. എങ്ങനെയുള്ള അവകാശമാണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു വലിയ അവകാശത്തിനായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതാ. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, they are being protected for an eternal reward. ഒരു അന്ത്യകാലത്ത് നമുക്ക് ലഭിക്കുവാനുള്ള ഒരു അവകാശം. അവകാശം എന്നുള്ള പദത്തിന് ഒരു പക്ഷെ ഹേർഷിപ്പ് എന്ന് ഉപയോഗിക്കാം, അല്ലെ ഇൻഹെറിറ്റൻസ് എന്ന് ഉപയോഗിക്കാം. നമുക്ക് ലഭിക്കുവാനുള്ള ഒരു വലിയ അവകാശത്തിനായി യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്നവരാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ ക്രിസ്തീയ ഓട്ടം വൃഥാവല്ല. നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ വേർതിരിച്ച് എൻ്റെ കർത്താവിൻ്റെ തിരുഹിത പ്രകാരം നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി ഓടുന്നത് വ്യർത്ഥമല്ല.
പിന്നെയോ നിനക്കൊരു വലിയ അവകാശം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മളോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ആമേൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് പറയുന്നല്ലോ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് ഈ വാക്യം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാനൊന്ന് ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിന്റെ 60, 70, 80, 90 അല്ലെങ്കിൽ പോട്ടെ 100 വയസ്സ് വരെ ജീവിക്കുന്നത്? പലപ്പോഴും ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോ എന്തിനാണെന്നറിയാമോ? ഇവൻ വിശ്വാസിയായിരിക്കുന്നത് തന്നെ, പ്രാർത്ഥിക്കാൻ പോകുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? കുറെ കാര്യം സാധിക്കണം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ, അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ. അവരൊക്കെ നാളെ ഇംഗ്ലണ്ടിലും അയർലൻഡിലും ന്യൂസിലൻഡിലും കാനഡയിലും ഒക്കെ ചെന്ന് അവരൊക്കെ നല്ല ജോലിയിലായി, നല്ല വീട് വാങ്ങിച്ച്, കാറ് വാങ്ങിച്ച് സമ്പന്നരായി. എൻ്റെ മക്കളൊക്കെ അയർലൻഡിലാണ്. അവിടെ ആ ഒരു പദം കൂടെ നമ്മൾ ചേർക്കും കേട്ടോ. അയ്യോ, ദൈവം തമ്പുരാൻ അങ്ങ് അനുഗ്രഹിച്ച് അവരങ്ങ് കാനഡയില, അവരങ്ങ് അയർലൻഡില്ല, അവരങ്ങ് സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ നമ്മൾ പറയും. സ്നേഹിത, അതൊക്കെ നല്ലതാ, ഇതൊന്നും ഞാനെതിരല്ല. എന്നാൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ മക്കൾ നിത്യരാജ്യത്തിന്റെ അവകാശികളായിട്ടാണോ ആയിരിക്കുന്നത്? നിനക്കാ നിശ്ചയമുണ്ടോ? നിന്റെ ഓട്ടം, നിന്റെ ക്രൈസ്തവ ജീവിതം ഈ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില്, ഒന്ന് ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളത് സകലവും മറന്നിട്ട് എൻ്റെ മുമ്പിലുള്ള ആ വലിയ ഓട്ടം ഞാൻ ഓടിത്തീർക്കുകയാണ്. എനിക്കെങ്ങനെയും, പൗലോസ് അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് സകലവും ഞാൻ ചവറ് എന്ന് എണ്ണുന്നു എന്ന് പറയുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ലോകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നീ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, അതല്ല നീ ലോകത്തിന്റെ ശ്രേയസ്സിനെയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവനാണെങ്കിൽ, 1 യോഹന്നാനിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തെ സ്നേഹിക്കുന്നവന്റെ ഉള്ളിൽ ദൈവമില്ല, ദൈവസ്നേഹമില്ല. ലോകസ്നേഹവും ദൈവസ്നേഹവും കൂടെ ഒന്നിച്ചു നിന്റെ ജീവിതത്തിൽ ഇരിക്കത്തില്ല. ലോകത്തെ സ്നേഹിക്കുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹമില്ല, പിതാവ് ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം അഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും എന്ന് പറയുകയാ. സ്നേഹിത, നിന്റെ വീണ്ടെടുപ്പിന് ഒരു വലിയ അന്തിമമായ അവകാശം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ അവകാശത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട്, ആ അവകാശത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിത്തീർപ്പാൻ കർത്താവേ, പൗലോസ് പറഞ്ഞ പോലെ, വല്ലവിധേനയും ഞാനും അത് പ്രാപിച്ചെടുക്കുവാൻ പൗലോസിന്റെ വാക്കുകളൊക്കെ എത്ര അർത്ഥം ആഴമുള്ളതാ. പ്രാപിച്ചു എന്ന് വിചാരിച്ചല്ല, പിന്നെയോ പ്രാപിക്കാമോ എന്ന് നിരൂപിച്ചുകൊണ്ട് എൻ്റെ പിന്നിലുള്ളതെല്ലാം മറന്ന് എൻ്റെ മുമ്പിലുള്ള ദൈവവിളിയിലാക്കി ഞാൻ ഓടുന്നു എന്ന് പറയുക. ഇന്ന് പകൽക്കാലം നമുക്ക് എത്ര പേർക്കത് പറയുവാനായിട്ട് സാധിക്കും? അതെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുവാനായിട്ട്. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഓട്ടം സ്ഥിരതയോടെ ഓടിത്തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ദൈവമക്കള് തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ താഴോട്ട് വിവരിക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുക. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ
13-ാമത്തെ വാക്യത്തിൽ. അത് ഓർമ്മയിൽ നിൽക്കുവാനായിട്ട് ഞാൻ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് SSE. ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് സെറ്റ് യുവർ ഗോൾ. നിന്റെ ലക്ഷ്യം ഒന്ന് സെറ്റ് ചെയ്യുവാൻ. 13-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നേ: ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിക്ക്. ബി ഫേം. വേവറിംഗ് ഉള്ളവരാകരുത്, പതറുന്നവരാകരുത്. മറിച്ച് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ പ്രത്യാശയിൽ നിന്റെ മനസ്സുറപ്പിക്ക, ലക്ഷ്യം ഉറപ്പിക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടിയാൽ തീർച്ചയായിട്ടും എത്തിച്ചേരത്തില്ല. പത്രോസിന്റെ അനുഭവം നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പത്രോസ് ആർത്തരയ്ക്കുന്ന തിരമാലകളിൽ കൂടെ നടന്നു വരുന്ന ആള് ഭൂതമാണെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, അല്ല, ഞാൻ ഭൂതമല്ല, ഇത് ഞാനാ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് വലിയ പ്രത്യാശയായി. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീയാകുന്നുവെങ്കിൽ നീ വെള്ളത്തിന്റെ മേലെ നടക്കുന്ന പോലെ ഞാനും നടന്ന് നിന്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായി പത്രോസ് ആ പടകിൽ നിന്ന് ഇറങ്ങി യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പത്രോസ് നടക്കുവാൻ തുടങ്ങി. പക്ഷേ പത്രോസിന്റെ ആ നോട്ടം ഒന്ന് തെറ്റിപ്പോയി. ആർത്തരയ്ക്കുന്ന തിരമാലകളിലേക്ക് പത്രോസിന്റെ നോട്ടം ചെന്നപ്പോ നമ്മൾ വായിക്കുന്നത് അവൻ മുങ്ങിത്താടുവാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശ്വാസത്തിന്റെ നായകനും യേശു പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിന്റെ ഓട്ടം ഓടി തീർപ്പാൻ. ലോകത്തിന്റെ കാലഗതികളെ നീ നോക്കിയാൽ, ലോകത്തിന്റെ മറ്റുള്ള വസ്തുക്കളെ നോക്കിയാൽ നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയില്ല. എന്നാൽ എന്തും വന്നോട്ടെ, എനിക്ക് ചുറ്റും എന്തും നടന്നോട്ടെ, എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവിൽ എത്തിച്ചേരുവാനായിട്ടാണെന്നുള്ള ബോധത്തോടെ ഈ അടുത്ത സമയത്ത് 93 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി വീണ് അമ്മച്ചിയുടെ ഹിപ്പ് ബോൺ ഒടിഞ്ഞ് ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയായി കിടക്കുന്ന അടുത്ത് ഞാൻ അമ്മച്ചിയെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു. അപ്പൊ അമ്മച്ചി ഒരു വലിയ പ്രത്യാശയിൽ ജീവിക്കുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചിയോട് ഞാൻ എന്താ പറയണ്ടേ? അമ്മച്ചി നല്ല വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഈ ഒരു രോഗാവസ്ഥയിൽ അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു പ്രത്യാശയുള്ളൂ, എൻ്റെ കർത്താവിനോട് ചേരണം. ഹല്ലേലൂയ. തൻ്റെ ശരീരം എല്ല് പൊട്ടി വേദന സഹിച്ചുകൊണ്ട് ഒരു സർജറിക്കായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പാടിയ ഈരടികൾ നമുക്കറിയാം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്ന്. ഈ അടുത്ത സമയത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ദൈവദാസന് പറഞ്ഞ ഒരു വാക്ക് എന്നെ ഏറെ സ്പർശിക്കുകയുണ്ടായി. ആ ദൈവദാസന് ആ മരിച്ചു കിടക്കുന്ന പ്രിയ സഹോദരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ സാറ് എന്നേക്കുമായി കണ്ണടച്ചു. ഇനി ഒരിക്കലും ഈ സാറ് കണ്ണ് തുറക്കില്ല. ഇനി ഒരിക്കലും ഈ സാറ് ലോകത്തിന്റെ യാതൊന്നും കാണുകയില്ല. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ലോകം കണ്ടുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണ് സഹിതം നമ്മൾ കൊണ്ടുപോയി മണ്ണില് മറവ് ചെയ്യും, അടക്കും. എന്നാൽ ഇദ്ദേഹം കണ്ണ് തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അദ്ദേഹം കണ്ണ് തുറന്ന് ആദ്യം കാണുന്നത് താൻ പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിന്റെ പൊന്മുഖമായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.
ആമേൻ, കർത്താവിന്റെ സന്നിധിയില് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് കണ്ണു തുറക്കുമ്പോൾ തേജസ് രൂപനായിരിക്കുന്ന എൻ്റെ കർത്താവിന്റെ പൊന്മുഖം കാണും എന്നുള്ള പ്രത്യാശ. അതുകൊണ്ടല്ലേ പാടിയത്, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കണ്ടിടും എന്ന് പറഞ്ഞത്. ഈ പ്രത്യാശ നിനക്കുണ്ടോ സ്നേഹിത? നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിനക്കുണ്ടോ? ഭൗതികമായ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭൗതികമായി ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും എല്ലാം മാറി കൃപയാൽ ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ സുഭിക്ഷതയിലാണ് ജീവിക്കുന്നത്. എന്നാൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ പലപ്പോഴും നമ്മൾ ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിന്റെ ഇടയ്ക്ക് മറന്നുപോയിട്ടില്ലേ എന്നൊന്ന് ചിന്തിപ്പാനായിട്ട്. നമ്മുടെ പിതാക്കന്മാര് ഭക്തിയോടെ ജീവിച്ചവരാ. നമ്മുടെ പിതാക്കന്മാര് ദൈവത്തെ മാനിച്ച് ഏറിയ പ്രത്യാശയെങ്കിൽ കർത്താവിനോട് ചേരുവാനുള്ള വിശ്വാസത്തോടെ ജീവിച്ച് മാതൃക കാണിച്ചിട്ട് പോയവരാ. പക്ഷെ ഇന്നോ നമ്മളൊക്കെ വെറും സ്കെലിറ്റനായി അസ്ഥികൂടമായിട്ട് ആകൃതി മാത്രമേ ഉള്ളൂ. പലപ്പോഴും അന്തരംഗത്തിലെ അന്തസത്ത നഷ്ടപ്പെട്ടവരായി നാം മാറിയിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഈ എപ്പിസോഡ് ചുരുക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുള്ളവരായി മനസ്സുറപ്പിച്ച് വരുവാനുള്ള കൃപയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി തീർപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.